വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് ഡി സി ക്രാഫ്റ്റ്. ഇനി നോക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. ഇതുപോലെ ക്ലോത്തിന് മുകളിൽ 2 ലൈൻ വരയണം. ഇവിടെ സ്റ്റിച്ച് ആരംഭിക്കുന്നത് താഴത്തെ ലൈനിൽ നിന്നാണ്. ആദ്യം താഴത്തെ ലൈനിൽ നീഡിൽ കുത്തി നൂല് വലിച്ചെടുക്കണം. നേരെ മുകളിലത്തെ ലൈനിൽ നീഡിൽ കുത്തി നൂലെടുക്കണം. എന്നിട്ട് ഇതുപോലെ നീഡിലും നൂലുമായി താഴത്തെ ലൈനിലോട്ട് ചെറുതായി വലിച്ചെടുക്കണം. അതിനടുത്ത് ഒരു ലോക്ക് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. ഫസ്റ്റ് സ്റ്റെപ്പ്, അടുത്ത് മുകളിലെ സെക്കൻഡ് സ്റ്റെപ്പ്, താഴെ ലോക്ക് തേർഡ് സ്റ്റെപ്പ്, അടുത്തത് ചെയിന് ഫോർത്ത് സ്റ്റെപ്പ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോക്ക്, ഫോർത്ത് ചെയിൻ. ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ നീളം അനുസരിച്ച് അതിൻ്റെ വീതി മാറി വരും. അത് ഫോർത്ത് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ചെയിൻ്റെ നീളം അനുസരിച്ചിട്ടാണ് ഈ ഡിസൈനിൻ്റെ വീതി മാറി വരുന്നത്. ചില സമയങ്ങളിൽ കീഴെ ഇതുപോലെ ഈസി ആയിട്ട് വരണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നീഡിലിനെ ക്ലോത്തിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് ഫ്രെയിമിൻ്റെ താഴെയുള്ള നൂല് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകും. അത് അധികം ടൈറ്റായി പിടിച്ചാൽ ക്ലോത്ത് ചുരുങ്ങിപ്പോകും. അതുമാത്രം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നീഡിൽ എപ്പോഴും ഡിസൈനെ നോക്കിയിട്ടായിരിക്കണം, നീഡിലിൻ്റെ ഹെഡർ ഡിസൈനെ നോക്കിയിട്ടായിരിക്കണം തിരിക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റിൽ ആരി നോട്ട്, എൻഡ് നോട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പിക്ചർ ട്രേസ് ചെയ്ത് ഈ ക്ലോത്തിൽ വരയുക. അതിനുശേഷം അതിന് മുകളിൽ ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അപ്ലൈ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം ആ ബോർഡറിൽ ഒരിക്കൽ കൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ കാണാൻ നന്നായിരിക്കും. താങ്ക് യു. Please like my video, share your friends, subscribe. Thanks for watching.